വാഴയിലയിൽ ഉണ്ടാക്കുന്ന ഒരു കിഴി ചിക്കൻ ആയാലോ ഇന്നത്തെ റെസിപ്പി. വാഴയിലയിൽ വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ ഒരു പ്രത്യേക സ്വാദും മണവുമൊക്കെയാണ്. ഇതുപോലൊരു ചൂട് ചിക്കൻ റോസ്റ്റ് കിട്ടിയാൽ ഏതിൻ്റെ കൂടെയും കഴിക്കാമല്ലേ. ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഏതിനും നല്ലൊരു കോമ്പിനേഷൻ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്തൊരു പേസ്റ്റ് അരയ്ക്കുകയാണ്. ഇതൊരു 5 അല്ലി വെളുത്തുള്ളിയാണ്. അല്പം വലിയ അല്ലി വെളുത്തുള്ളിയാണിത്. ചെറുതാണെങ്കിൽ ഒരു 10-12 എടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി മുറിച്ചിട്ട് മിക്സിയിലിട്ട് കൊടുക്കാം. പച്ചമുളകിന് പകരം ഞാൻ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് കിട്ടിയാൽ അത് തന്നെ ഉപയോഗിച്ച് നോക്കൂ. ഗുണവും കൂടും, നല്ലൊരു പ്രത്യേക സ്വാദുമായിരിക്കും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇത് 750 ഗ്രാം ചിക്കനാണ്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാന്താരി മുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇനി ആദ്യം അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് ആ പേസ്റ്റിൽ നിന്ന് ഒരു പകുതി ഇപ്പോൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മുറി ചെറുനാരങ്ങയുടെ ജ്യൂസ്. അതുകൂടി ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്ന സമയത്ത് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് നനച്ചെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കുക. കൂടുതൽ സമയം കിട്ടിയാൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി നമുക്കിതിനൊരു മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കിഴി കെട്ടി വരുമ്പോൾ എണ്ണ ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നില്ല, ഒരു 10 മിനിറ്റ് മാത്രം വേവിക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ചിക്കൻ വേവിക്കാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് വേവിക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ്റെ വേവ് മുഴുവനായിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇത്രയും മാത്രം കുക്ക് ചെയ്താൽ മതി. അത്യാവശ്യം വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഒരുപാട് വെള്ളം ഉണ്ടാവരുത്. ഇത്രയൊക്കെ വെള്ളം ആവാം. ഇനി നമ്മൾ ഒരു മസാല കൂടി റെഡിയാക്കുന്നുണ്ട്. അതുകൂടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ വെള്ളം കറക്റ്റ് ആവും. അതിനായിട്ട് ഞാൻ മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനൊരു 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ വെളിച്ചെണ്ണയും വാഴയിലയും എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു പ്രത്യേക കോമ്പിനേഷൻ ആവുന്നത്. അല്പം കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ ബാക്കി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല ഫ്രഷായിട്ട് അരച്ച് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നല്ല ഉദ്ദേശിക്കുന്ന സ്വാദൊക്കെ കിട്ടും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച സ്വാദൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഒരല്പം ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി തക്കാളി കൂടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. തക്കാളി ഒരെണ്ണത്തിൽ കൂടുതൽ ചേർക്കരുത്. നമ്മുടെ ചിക്കന് ഒരുപാട് ഗ്രേവി ആയി പോകും. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം. കറിവേപ്പിലയൊക്കെ എത്ര കൂടുതലുണ്ടെങ്കിലും സ്വാദ് കൂടുകയുള്ളൂ. ഇനി നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത്. എന്തെങ്കിലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ വറ്റിച്ചെടുക്കണം. കാരണം ഇതാണ് നമ്മളിനി വാഴയിലയിൽ കിഴി കെട്ടാൻ പോകുന്നത്.
ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ബാക്കി കുക്കിംഗ് വാഴയിലയിലാണ്. അതിനുവേണ്ടി ഞാനിവിടെ വാഴയില വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവിൽ തന്നെ വെച്ച് ഒന്ന് വാട്ടിയെടുത്താൽ മതി. 2 ഇല വയ്ക്കുന്നതാണ് നല്ലത്. പൊട്ടിപ്പോവാതിരിക്കാൻ കുറച്ചുകൂടി സേഫായിരിക്കും. നമ്മുടെ സൗകര്യം പോലെ 2 or 3 കിഴിയായിട്ട് കെട്ടാം. ഞാനിതിപ്പോൾ 2 കിഴിയായിട്ടാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. വാഴയിലയുടെ നാരുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും കട്ടിയുള്ള ഒരു ഇരുമ്പ് പാത്രം വെച്ചിട്ട് അതിലേക്ക് വേണം ഇറക്കി വെച്ച് കൊടുക്കാൻ. തീ വളരെ കുറച്ച് വേണം വയ്ക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അടിഭാഗം ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരും. ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങും. വളരെ സ്വാദിഷ്ടമായ ഒരു കിഴി ചിക്കനാണിത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും കോമ്പിനേഷനുമാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.